നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഇപ്പോൾ സ്പേസിലൂടെ ഒരു മരണ പാച്ചിലാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിന് കൃത്യമായ സയന്റിഫിക് എവിഡൻസ് ഉണ്ട്. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച സയന്റിസ്റ്റുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ സെക്കൻഡിൽ 600 കിലോമീറ്റർ വെലോസിറ്റിയിൽ എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ വികസനത്തിനും അപ്പുറം നമ്മൾ ഏതോ ഒരു അദൃശ്യശക്തി തങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഗാലക്സി തന്നെ ഒരു മതിൽ പോലെ തടസ്സമായി നിൽക്കുന്നു. ഇതിനെയാണ് സോൺ ഓഫ് അവോയ്ഡൻസ് എന്ന് വിളിക്കുന്നത്. ഗാലക്സിയിലെ ഇന്റർസ്റ്റെല്ലാർ ഡസ്റ്റ് കാഴ്ച മറക്കുന്നത് കൊണ്ട് സാധാരണ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾക്ക് ഇത് കാണാൻ പറ്റില്ല. പക്ഷേ റേഡിയോ വേവ്സും ഇൻഫ്രാറെഡ് റേസും ഉപയോഗിച്ച് ഈ മതിൽ ഭേദിക്കാൻ സയൻസിന് കഴിഞ്ഞു. 2014 നേച്ചർ ജേണൽ പബ്ലിഷ് ചെയ്ത ഒരു പഠനമാണ് ഈ രഹസ്യം മാറ്റിയത്. 8000 ഗാലക്സികളുടെ വെലോസിറ്റി പാത്ത് മാപ്പ് ചെയ്ത് സയന്റിസ്റ്റുകാർക്ക് നമ്മൾ ഉൾപ്പെടുന്ന ലനേക്ക സൂപ്പർ ക്ലസ്റ്റർ എന്ന വലിയൊരു ഏരിയ കണ്ടെത്തി. ഒരു പുഴ ഒഴുകിച്ചേരുന്നത് പോലെ ഗാലക്സികൾ പാഞ്ഞു ചെല്ലുന്ന ആ ഗ്രാവിറ്റേഷൻ സെന്ററിനെയാണ് ദ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ബ്ലാക്ക് ഹോൾ ഒന്നുമല്ല, കുറെ അധികം ഗാലക്സികൾ തിങ്ങി നിറഞ്ഞ ഒരു നോർമൽ ക്ലസ്റ്ററാണ്. പക്ഷെ ഇവിടെയാണ് മെയിൻ ട്വിസ്റ്റ് വരുന്നത്. ഗ്രേറ്റ് അട്രാക്ടറിന് പോലും നമ്മൾ ഇത്രയും വേഗത്തിൽ വലിക്കാനുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളില്ല. പിന്നെ എങ്ങനെ? അപ്പോഴാണ് 650 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറമുള്ള ഷാപ്ലെ സൂപ്പർ ക്ലസ്റ്റർ എന്ന ഇതിലും വലിയ ഒരു ശക്തിയായ സൂപ്പർ ക്ലസ്റ്ററെ സയന്റിസ്റ്റുകാർ തിരിച്ചറിഞ്ഞത്. പ്രപഞ്ചത്തിലെ ഈ വലിയ വടംവലിയാണ് നമ്മുടെ ഗാലക്സികൾ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. ഇതുപോലുള്ള കോസ്മിക് മിസ്റ്ററീസ് അറിയാൻ ക്യൂരിയസ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.